സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു അടിപൊളി മാംഗോ പുഡിംഗ് ആണ്. ബിസ്ക്കറ്റും മാമ്പഴം വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഈ മാമ്പഴക്കാലത്ത് ഇങ്ങനെയുള്ള റെസിപ്പികൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്കിനി ഈ മാമ്പഴം തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കട്ട് ചെയ്തെടുത്ത മാമ്പഴം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാമ്പഴം നമുക്ക് ഒരു സോസ് പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മിക്സിയുടെ കപ്പിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാംഗോ പൾപ്പ് ഈ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു 2.25 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിവിടെ ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്യണേ. ഇനി നമുക്കിവിടെ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ 3/4 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം ചേർക്കാത്ത പാലാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇതൊരു ചെറിയ തീയിലിട്ട് കുറുക്കിയെടുത്താൽ മതി. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കുറുക്കിയെടുക്കാൻ നോക്കരുത്. തീ കുറച്ചിട്ട് തന്നെ സാവധാനത്തിൽ വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇവിടെ ഇതിപ്പം ഈ ഒരു പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറുകും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തീ ഓഫാക്കി കൊടുക്കണം. ഇനി ഇത് കുറച്ചൊന്ന് തണുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മളൊരു കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ പാട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിനി ഈ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഉള്ള ഒരു ബൗളിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ പാർലേജിയുടെ ബിസ്ക്കറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാംഗോ പൾപ്പിൽ നിന്നും കുറച്ചെടുത്ത് ഈ ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 2-3 സ്പൂണൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കണം. ചേർത്ത് തന്നെ അടുക്കി വെച്ച് കൊടുക്കണം. ഇനി ഈ ചെറിയ ഗ്യാപ്പിൽ നമുക്കിങ്ങനെ ഒടിച്ചതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് ബിസ്ക്കറ്റ് മുങ്ങുന്ന പരുവത്തിൽ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം.
ഇനി നമ്മൾ കുറച്ച് മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂട്ട് കുറേശ്ശെ ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. വീണ്ടും നമുക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ഒരു നിര ബിസ്ക്കറ്റും കൂടെ നമുക്കിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ പല ലെയറുകളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മളിപ്പം 3 ലെയറാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും മുകളിൽ ഒരല്പം മാംഗോ കട്ട് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ മാങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ബദാമോ പിസ്തയോ അങ്ങനെ പലതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4-5 മണിക്കൂർ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിപ്പോൾ ഒരുവിധം ചൂടുണ്ട്. ഇത് നന്നായിട്ട് ചൂട് പോയി കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.